മതനയത്തിലെ തർക്കം തുടരുന്നതിനിടെ നിർണായകമായ സർക്കാർ കെ.പി.സി.സി ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മറുവിഭാഗവും തമ്മിലുള്ള പരസ്യപ്പോര് അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് യോഗം. പി.ജെ. കുര്യൻ അടക്കം പുതിയതായി നിയോഗിച്ച 4 നേതാക്കളുടെ നിലപാടുകൾ ഇന്നത്തെ യോഗത്തിൽ നിർണായകമാകും. മദ്യനയത്തെ ചൊല്ലി പാർട്ടിയിൽ രൂപപ്പെട്ട പരസ്യകലാപം തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ പാർട്ടി ഏകോപന സമിതി യോഗം ചേരുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്യപ്പോര് തുടരാൻ പാടില്ലെന്ന് എം.എൽ.എമാരും മുതിർന്ന പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തന്നെയാണ് യോഗം ചേരുന്നത്. അതേസമയം പ്രശ്നങ്ങൾ എത്രത്തോളം പരിഹരിക്കാനാകുമെന്നതാണ് ഉയരുന്ന സംശയം. നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇരുപക്ഷവും തയ്യാറാകില്ല. എന്നാൽ നിലവിലെ സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ പരസ്യപ്പോര് അവസാനിപ്പിക്കുക എന്ന ധാരണയിൽ യോഗം പിരിഞ്ഞേക്കും. അതേസമയം നാളത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും വി.എം. സുധീറിനെതിരെയും കടുത്ത വിമർശനം ഉയരുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയും സുധീറിനും സ്വന്തം നിലപാടുകളും വ്യക്തമാക്കും. എന്നാൽ സമിതിയിലേക്ക് പുതുതായി നിയമിച്ച പി.ജെ. കുര്യൻ, കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ലാലി വിൻസെന്റ് എന്നിവരുടെ നിലപാടുകൾ നാളത്തെ യോഗത്തെ നിർണായകമാക്കും. ഹൈക്കമാൻഡിൽ നിർണായക സാന്നിധ്യമുള്ളവരാണ് പി.ജെ. കുര്യൻ അടക്കമുള്ള നേതാക്കൾ. കുര്യൻ സുധീര അനുകൂല നിലപാടെടുത്താൽ മുഖ്യമന്ത്രിക്ക് അത് തിരിച്ചടിയാകും. ഏതായാലും നാളത്തെ യോഗത്തോടെ മദ്യനയത്തിലെ പരസ്യപ്പോരിന് വിരാമമിടാനാകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.